അതിനുശേഷം യാക്കോബിന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 32, 27 വാക്യം. നിന്റെ പേരെന്താണ്? കർത്താവെ, ഞാനൊരു വഞ്ചകനാണ്. നിങ്ങൾ നിങ്ങളുടെ പേരെവിടെ വയ്ക്കുക. നീ എന്താണ് ചെയ്യുന്നത്? നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാപം. അതിനെ പാപമെന്ന് വിളിക്കുകയല്ല, അതാണ് ഞാനെന്ന് പറയുക. നിങ്ങൾ ഒരു കാര്യം മോഷ്ടിച്ചു. ഞാൻ കട്ടെടുത്തു എന്നല്ല, കർത്താവെ, ഞാനൊരു കള്ളനാണ്. നിങ്ങൾ ഒരാളോട് കോപിച്ചു. ക്ഷമിക്കണം, ഞാൻ കോപിച്ചു പോയി എന്നല്ല. കർത്താവെ, ഞാൻ വളരെ കോപിഷ്ഠനായ ഒരാളാണ്, അതാണ് എൻ്റെ പേര്. ഞാനിത് പറയാനുള്ള കാരണം നമുക്കിഷ്ടം എപ്പോഴും നമ്മുടെ പാപത്തെ നല്ല പേരിട്ട് വിളിക്കുന്നതാണ്. കേട്ടാൽ അത്ര മോശമല്ലാത്ത നല്ല പേര് വിളിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം, എൻ്റെ ജീവിതത്തിലുള്ള ഏത് പാപത്തെയും അതിനെ വിളിക്കാൻ കഴിയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയിൽ തന്നെ അതിനെ വിളിക്കണം. ഭാവിയിൽ നിങ്ങൾ അതിന് ശ്രമിക്കുക. നിങ്ങളുടെ പാപം ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ മനോഹരമായ പേരിട്ടല്ല എന്നെ വിളിക്കേണ്ടത്. എൻ്റെ ചിന്തയിൽ ഞാൻ അല്പം തെറ്റിപ്പോയി. അല്ല, കർത്താവെ, ഞാൻ വളരെ വൃത്തികെട്ട ചിന്തയുള്ള ഒരു മനുഷ്യനാണ്, അതാണ് ഞാൻ. നീ രക്ഷപ്പെടും. അതാണ് യാക്കോബിന് സംഭവിച്ചത്. അവൻ രക്ഷപ്പെടാൻ കാരണം അവൻ സത്യസന്ധനായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് അസാധ്യമായ ഒരു കാര്യമല്ല. വിശുദ്ധനായിരിക്കുക. കർത്താവെ, എന്നെക്കൊണ്ട് കഴിയില്ല. താഴ്മയുള്ളവനായിരിക്കുക. കർത്താവെ, എനിക്ക് പ്രയാസമാണ്. സത്യസന്ധനായിരിക്കുക. ഓ, അത് പറ്റും. സത്യസന്ധനാകാൻ കഴിയാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ സത്യം പറയുക. നീ എന്താണോ അത് പറയുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ ഓർമ്മയുണ്ടോ? ആ മതഭക്തരായ പരീശന്മാർ അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മതഭക്തരായ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണ്. ആത്മീയരും മതഭക്തരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ട് ലോകം പോലാണ്. മതഭക്തരെന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ നിന്നുള്ളവരാണ്, ആത്മീയര് സ്വർഗീയരാണ്. ഈ കഥയിലുള്ള രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ. നിങ്ങൾക്കത് പരിചയമില്ലെങ്കിൽ യോഹന്നാൻ 8 3 വാക്യത്തിലാണത് വായിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. എന്നിട്ട് അവര് കർത്താവിനോട് പറഞ്ഞു, 4 വാക്യത്തിൽ, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, കയ്യോടെ പിടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവളെ ആ വ്യഭിചാരം ചെയ്ത മുറിയിൽ കടന്ന് കയ്യോടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവളോടൊപ്പം വ്യഭിചാരം ചെയ്ത ആ പുരുഷൻ എവിടെയാണ്? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്നത്, ആവർത്തന പുസ്തകം 22 മറ്റോ ആണ് ഇത് പറയുന്നത്. അവിടെ പറയുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം വ്യഭിചാരം ചെയ്താൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് പട്ടണവാതിക്കൽ കൊണ്ടുവരികയും രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. അതായിരുന്നു വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ ശിക്ഷ. ഇസ്രായേലിലെ നിയമമായിരുന്നു അത്. ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒന്നാമത്തെ ചോദ്യം, പരീശന്മാർ എന്തുകൊണ്ടാണ് ആ പുരുഷനെ പിടിച്ചുകൊണ്ട് വരാഞ്ഞത്? എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ മാത്രം? നിങ്ങൾക്കറിയാമോ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ സ്ത്രീകളെയാണ് എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നതും അപമാനിക്കപ്പെടുന്നതും അതുപോലെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ. പുരുഷൻ പലപ്പോഴും രക്ഷപ്പെടും. എന്തുകൊണ്ടായിരിക്കും ആ പുരുഷനെ കൊണ്ടുവരാതിരുന്നത്? ഒരുപക്ഷെ അവൻ അവരുടെ സ്നേഹിതനായിരിക്കാം. അവൻ പോട്ടെ, ഇവളെ നമുക്ക് പിടിക്കാം. ലോകം അങ്ങനെയാണ്. യേശു കണ്ട ഒന്നാമത്തെ തെറ്റ് ഇതായിരിക്കാം. യേശു മനസ്സിലാക്കുകയാണ് ആ പുരുഷനെ കൊണ്ടുവരാതിരുന്നത് അവരുടെ സ്നേഹിതനോ മറ്റോ ആരോ ഉണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ തെറ്റുകളെ നമ്മൾ മറച്ചു പിടിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനോട് വഴക്കുണ്ടാക്കി. ആരോട് തെറ്റായിരിക്കും അത്? നിന്റെ കുഞ്ഞിൻ്റെ കുഴപ്പമായിരിക്കില്ല. അവൻ വിശുദ്ധനല്ലേ? എപ്പോഴും മറ്റേ കുട്ടിയല്ലേ കുഴപ്പക്കാരൻ? ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അറിയാമല്ലോ, ചെറിയ കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കും. 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അവർ പലപ്പോഴും തമ്മിൽ വഴക്കുണ്ടാക്കും. എൻ്റെ ചെറിയ മകൻ അവൻ്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക വർഷം മുമ്പാണ് എൻ്റെ വീടിന് പുറത്തുള്ള റോഡിൽ. അവിടെ വച്ച് എന്തോ ചെറിയ കാര്യത്തിന് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. അതെന്ത് കാര്യമാണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവർ തമ്മിൽ വാദപ്രതിവാദമോ തമ്മിൽ വഴക്കുണ്ടാക്കുകയോ എന്തോ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു,
അവൻ 5-6 വയസ്സുള്ളൂ. ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? അവൻ പറഞ്ഞു, ഡാഡി അവൻ എന്നോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ അവൻ്റെ വീട്ടിൽ പോകുന്നു, അവനോട് ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെ നമുക്കറിയാമല്ലോ. ഡാഡി അവൻ എന്നോട് ക്ഷമ ചോദിക്കുമോ? ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നീ അവനോട് ക്ഷമ ചോദിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്ന കതകിൽ കൊട്ടി. അവൻ്റെ പിതാവ് കതവ് തുറന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മകന് നിൻ്റെ മകനോട് എന്തോ സംസാരിക്കണം. അങ്ങനെ ആ കുട്ടി വന്നപ്പം എൻ്റെ മകൻ പറഞ്ഞു, ക്ഷമിക്കണം, നിന്നോട് വഴക്കുണ്ടാക്കിയത്, എന്നോട് ക്ഷമിക്കണം. ആ മറ്റേ കുട്ടി മഹാമനസ്കതയോടെ അംഗീകരിച്ചു, നന്ദി, അവനും ഇവനുമായിട്ട് വഴക്കുണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ മകൻ എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡാഡി അവൻ എന്നോട് ക്ഷമ ചോദിച്ചില്ല, അവനാണ് ആദ്യം എന്നോട് വഴക്കുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ യേശുവിനെയാണ് നിയമിക്കുന്നത്. അവനങ്ങനല്ല. ഇന്നെൻ്റെ മകൻ കർത്താവിനെ സേവിക്കുന്നു. ആ കുട്ടി എവിടാണ്? എനിക്കറിയില്ല. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ട് കാണും. അവൻ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ അവൻ ഇന്ന് പിശാചിനെ ആയിരിക്കും സേവിക്കുന്നത്. കുറ്റം ഏറ്റെടുക്കാൻ പഠിക്കുക. മറ്റവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സത്യസന്ധരായിരിക്കാൻ പഠിപ്പിക്കുക. ഒരുപക്ഷെ ആ പ്രശ്നം ഉണ്ടാക്കിയത് മറ്റേ ആളായിരിക്കാം. അവന് അത് സമ്മതിക്കാനായിട്ട് ഒരുപക്ഷെ തയ്യാറല്ലായിരിക്കാം. നിന്റെ മകൻ അവൻ കർത്താവിനെ സേവിക്കും, നിന്റെ മകള് കർത്താവിനെ അനുഗമിക്കുന്നുള്ളതായിരിക്കും. അങ്ങനെയാണ്. എന്താണ് നിന്റെ പേര്? കർത്താവ് എൻ്റെ പേര് പിടിച്ചു പറിക്കാരൻ, വഞ്ചിക്കുന്നവൻ, കള്ളം പറയുന്നവൻ, വഴക്കുണ്ടാക്കുന്നവൻ, എപ്പോഴും കോപിക്കുന്നവൻ. അതാണ് ഞാനിവിടെ നിന്ന് പഠിക്കുന്നത്. ഈ സ്ത്രീ, അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അവളെ ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവളെ അവർ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആവർത്തന പുസ്തകം 22 ഇപ്രകാരം പഴയ നിയമത്തിൽ ഒരു പ്രമാണം പറയുന്നുണ്ട്, അവരെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ വിരലുകൾ കൊണ്ട് നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കാത്തിരിക്കുന്ന ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ തെറ്റിനെക്കുറിച്ചുള്ള ബോധം വരുമോ എന്നാണ്. അവൻ അവർക്ക് സമയം കൊടുത്തു. അവരെ തന്നെ ശോധന ചെയ്തിരുന്നെങ്കിൽ അവർ തന്നെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരാണ് കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ തന്നെ അനേകരോട് വ്യഭിചാരം ചെയ്തത് അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അവരവനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഗുരു, നീ ഇവിടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നു? അവൻ കുനിഞ്ഞിരിക്കുകയാണ്. അവസാനം അവൻ തല ഉയർത്തി. അവൻ പറഞ്ഞു, ശരി, ഇവളെ കല്ലെറിയണം അല്ലേ? അങ്ങനെയല്ലേ ന്യായപ്രമാണം? ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരോടും ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു തരത്തിലുള്ള പാവം, അവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. പിന്നെ അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവരിത് കേട്ടപ്പം 9-ാം വാക്യം, ഓരോരുത്തരായിട്ട് പുറത്തു പോകാൻ തുടങ്ങി. മൂത്തവനാണ് ആദ്യം പുറത്തു പോയത്. അവർ എന്തുകൊണ്ടായിരിക്കാം പുറത്തു പോയത്? അവരിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല, കർത്താവേ, ഞാൻ പാപം ചെയ്തവനല്ല. എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവേ, ഞാൻ പാപമൊന്നും ചെയ്തിട്ട് അതിലൊരാൾ എഴുന്നേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ. അവരുടെ ഉള്ളു കാണാൻ യേശുവിന് കഴിയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. ചിലർക്ക് ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചില ആളുകൾ ചില കാര്യം ചിന്തിച്ചപ്പം യേശു ചോദിച്ചു, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്താ? ഇങ്ങനെ യേശു പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കാര്യം അവനെ കാണിച്ചു കൊടുത്തു. ഈ ആളുകൾക്കറിയാമായിരുന്നു, അവരിൽ ആരെങ്കിലും യേശുവിനോട് ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു അവരുടെ സകല പാവവും മറ്റുള്ളവർക്കും കാണത്തക്ക പോലും അവർക്ക് മനസ്സിലാക്കി കൊടുത്തേനെ. അവർക്കറിയാമായിരുന്നു അവരുടെ രഹസ്യ ജീവിതം കർത്താവിന് വ്യക്തമായിട്ട് അറിയാമെന്ന്. പരിശുദ്ധാത്മാവ് അവനെ അത് കാണിച്ചു കൊടുത്തേനെ. അവരെ ചിന്തിച്ചു, പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഓരോരുത്തരായി പുറത്തേക്ക് പോയി. അവരെല്ലാവരും അവർക്ക് പാപമില്ലെന്ന് അവർ പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ യേശു അവരെ തുറന്നു കാണിക്കുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനുശേഷം പാപമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു.